വീണ്ടും നമ്മുടെ റെഡ് ലേഡി പപ്പായ വിളഞ്ഞു. നമുക്ക് ഇത് വിളവെടുത്താലോ? ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായി നമ്മൾ റെഡ് ലേഡി പപ്പായ വിളവെടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ റെഡ് ലേഡി പപ്പായ ഉണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ പപ്പായയ്ക്ക് 1 വർഷത്തോളം പ്രായമുണ്ട്. ഈ പപ്പായ നട്ടപ്പോൾ ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടി മിക്സ് ചെയ്തായിരുന്നു നട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വേഗം ഈ പപ്പായ തഴച്ച് വളർന്നു. പിന്നെ ഈ പപ്പായയ്ക്ക് ഞാൻ മാസത്തിലൊരിക്കൽ കോഴിവളം നൽകാറുണ്ട്. അതുകൂടാതെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ബിന്നിൽ നിന്നും എടുക്കുന്ന ലിക്വിഡ് രൂപത്തിലുള്ള ഫെർട്ടിലൈസറും ഇതിന് നൽകുന്നുണ്ട്. ലിക്വിഡ് രൂപത്തിലുള്ള ഫെർട്ടിലൈസർ ഈ പപ്പായയ്ക്ക് നൽകുമ്പോൾ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒന്നാണ് ചാരം. നമ്മൾ അടുപ്പ് കത്തിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരുടെ കയ്യിൽ നിന്നെങ്കിലും നമുക്ക് അത് ശേഖരിക്കാം. ചാരം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് വേണം വളം ചെയ്ത് കൊടുക്കേണ്ടത്. 1 വർഷം ആയ മരമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് 2 3 പിടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട് ഇളക്കി കൊടുത്ത ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പപ്പായ നല്ല വലിപ്പം വയ്ക്കും. ഇതൊക്കെ കൊടുത്തതിന് ശേഷമാണ് എൻ്റെ പപ്പായ നന്നായി വലിപ്പം വയ്ക്കാൻ തുടങ്ങിയത്. നമ്മുടെ വീട്ടിൽ കുരങ്ങൻ്റെ ശല്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായി നിറം വയ്ക്കുമ്പോഴേ പറിച്ച് മാറ്റി വയ്ക്കാറാണ് പതിവ്. 2-3 ദിവസമാകുമ്പോഴേക്ക് ഇത് നന്നായി ഓറഞ്ച് നിറമായി മാറും. ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കട്ട് ചെയ്യുന്ന ഫോട്ടോയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താത്തത്. സാധാരണയായി നമ്മുടെ ചെടികൾക്കും ഫ്രൂട്ട്സിനും എല്ലാം ഞാൻ ജൈവവളമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഫ്രൂട്ട്സിനൊന്നും രാസവളങ്ങൾ നൽകാറില്ല. വിൽപ്പനയ്ക്കായി കൃഷി ചെയ്യുന്നവർ ചിലപ്പോൾ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ ഇത് നമ്മുടെ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിലും രാസവളങ്ങൾ പ്രയോഗിക്കാറില്ല. പകരം ജൈവവളങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഈ പപ്പായ ഞാൻ തൈ നട്ടായിരുന്നു പൊടിപ്പിച്ചത്. വിത്ത് പാകിയും നമുക്ക് റെഡ് ലേഡി ഉണ്ടാക്കാം. ഈ യൂട്യൂബ് ചാനലൊക്കെ വരുന്നതിന് മുന്നേ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു റെഡ് ലേഡി. അന്ന് റെഡ് ലേഡി കുഞ്ഞിലേ കായ്ച്ചിരുന്നു. ഇതുപോലെയായിരുന്നു ടേസ്റ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.